ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ടാണ് ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. അമ്മ എന്തൊന്നും മിണ്ടാതെ നിൽക്കണേ ചോദിച്ചപ്പോൾ ഇട്ട് തന്ന എക്സ്പ്രഷൻ ഇത്. അതിന്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് വളയൊക്കെ കൊടുന്നിട്ട് തരുന്നുണ്ടായിട്ടാ. ഞാനാച്ചാൽ പൊതുവെ ജ്വല്ലറീസ് യൂസ് ചെയ്യൽ കുറവാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഇതൊക്കെ പൊടി തട്ടി എടുക്കാറ്. പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തന്നെ മാറി ജ്വല്ലറി വരെ എത്തി. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് അല്ലോ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വേറെ ഒന്നല്ല, എൻ്റെ അച്ഛമ്മയുടെ അനിയത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ആളെന്നെ കാണാനായിട്ട് പോണത്. കുറച്ച് ദിവസമായെങ്കിലും നമുക്ക് ഇപ്പോഴാണ് പോകാനായിട്ട് ഗ്യാപ്പ് കിട്ടിയത്. എന്താ വെച്ചാൽ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ പോകുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെയായിട്ട് എന്നെയും അമ്മേനെയും അച്ഛമ്മേനെയും ഒക്കെ കാണിക്കാറ്. അതുകൊണ്ട് ഇവിടുത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് റൂം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ലിഫ്റ്റ് കയറിയപ്പോഴാണെങ്കിൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ റൂമിൽ ചെന്ന് പുള്ളിക്കാരോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അമ്മയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ബണ്ണൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടായിട്ട്. അമ്മയ്ക്കാണെങ്കിൽ അച്ഛമ്മേനെ വയ്യാതെ കിടക്കുമ്പോൾ നോക്കിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ നേരം നമ്മൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരുട്ടാവാറായിട്ടാണ് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയത്. പോണ വഴി നമ്മൾ അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് കയറിയത്. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനം പറച്ചിലായിട്ട്. ഇവിടെയാണെങ്കിൽ അക്വേറിയം പോലെയൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തട്ടുകടയാട്ടോ. അവിടുത്തെ കൊള്ളിയും പൊട്ടി അടിപൊളിയാണ്. അമ്മയാണെങ്കിൽ വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് ചീര അരിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പൊ ശരി കേട്ടോ, ബൈ.